നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ സൂപ്പർ ഹിറ്റാണല്ലേ. 164-ലധികം വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ റെയിൽവേയുടെ പ്ലാൻ അവിടെ തീരുന്നില്ല. വന്ദേ ഭാരതിനേക്കാൾ കരുത്തൻ, അതിനേക്കാൾ വേഗതയുള്ള തനി നാടൻ ബുള്ളറ്റ് ട്രെയിൻ അണിയറയിൽ ഒരുങ്ങുകയാണ്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ ട്രെയിൻ? എപ്പോഴാണിത് ഓടിത്തുടങ്ങുക? നമുക്ക് നോക്കാം. സാധാരണ ബുള്ളറ്റ് ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വാങ്ങുന്നതാണെന്നാണ് നമ്മൾ കരുതുക. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ ഹൈസ്പീഡ് ട്രെയിനുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും കൈകോർത്താണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. വന്ദേ ഭാരത് നിർമ്മിച്ച അതേ ICF തന്നെയാണ് ഇതിനും ചുക്കാൻ പിടിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. 280 കിലോമീറ്റർ വേഗതയാണ് ഇതിന്റെ ഡിസൈൻ സ്പീഡ്. അതായത് ഇന്നത്തെ ട്രെയിനുകളേക്കാൾ ഇരട്ടി വേഗത. ആദ്യഘട്ടത്തിൽ 2 ട്രെയിൻ സെറ്റുകളാണ് നിർമ്മിക്കുന്നത്. ഓരോ ട്രെയിനിലും 8 കോച്ചുകൾ വീതമുണ്ടാകും. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിമാനത്തിലേതുപോലെ തിരിക്കാൻ സാധിക്കുന്ന സീറ്റുകളും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങളുമൊക്കെ ഇതിലുണ്ടാകും. ഭിന്നശേഷിക്കാർക്ക് സഞ്ചരിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇതിലൊരുക്കുന്നുണ്ട്. ഇതൊരു വെറും പ്രഖ്യാപനമല്ല കേട്ടോ. ഇതിനായുള്ള 866 കോടി രൂപയുടെ കരാർ BEMLന് ലഭിച്ചു കഴിഞ്ഞു. ഒരു കോച്ചിന് ഏകദേശം 27 കോടി രൂപയാണ് വില വരുന്നത്. എല്ലാം വിചാരിച്ചുപോലെ നടന്നാൽ 2026 അവസാനത്തോടെ ഈ ഇന്ത്യൻ നിർമ്മിത ബുള്ളറ്റ് ട്രെയിനുകൾ ബംഗളൂരുവിൽ നിന്ന് പുറത്തിറങ്ങും. ചുരുക്കത്തിൽ വിദേശികളെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ റെയിൽവേ കുതിക്കുകയാണ്. വന്ദേ ഭാരതിനു ശേഷം വരുന്ന ഈ അതിവേഗ ട്രെയിനുകൾ നമ്മുടെ യാത്രാമുഖം മാറ്റുമോ? 280 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. റെയിൽവേയുടെ പുതിയ വിശേഷങ്ങൾക്കും ടെക്നോളജി അറിവുകൾക്കും എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.